ഗായ്സ്, അപ്പം എല്ലാവർക്കും ഗ്യാമറ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കറ്റാർവാഴ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഇപ്പം ഒരു ദിവസം ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല. ഒരു ദിവസം ഇന്നലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ കുറേ റൊട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം ഒഴിക്കണം, പിന്നെ കുറച്ച് വളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താ എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു 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 വെറൈറ്റി സാധനം കാണിച്ചു തരാം. വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇപ്പോഴാണ് ഈ സാധനം കാണുന്നത്. അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അത് പറഞ്ഞു തരാം. കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. ആദ്യം അത് കാണാം. അപ്പോൾ ഇതാണ്ട് ഈ കാണുന്നതാണ് ആ സാധനം. എന്താണെന്ന് മനസ്സിലായ? അപ്പോൾ ഇത് കണ്ട, ഞാൻ ആ കാണിച്ച അതാണ് ആ സാധനം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണിക്കൊന്ന. അതിന് ഇത്ര പ്രത്യേകത എന്തായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മേടിച്ചൊരു സാധനമാണ്. എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ ഈ സേവനവാരം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സാധനമായിരുന്നു. അപ്പം അന്ന് മേടിച്ച് ഞാൻ നട്ടു. ഇത് പിന്നെ ഒടിഞ്ഞു പോയി. നട്ടു, ഒടിഞ്ഞു, അല്ല കിളിച്ചു, പിന്നെയും കിളിച്ചു വന്നു, ഒടിഞ്ഞു പോയി, കിളിച്ചു വന്നു, ഒടിഞ്ഞു പോയി. അങ്ങനെ ഒത്തിരി വർഷം കഴിഞ്ഞു. ഇത്രയും നാളിത് പൂത്തിട്ടില്ല. ഞാൻ വിചാരിച്ച് ഈ വിഷുവിനെങ്കിലും അതൊന്ന് പൂവെടുക്കാമെന്ന്. പക്ഷേ നടന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഞാൻ പറഞ്ഞു, ഇനി കിളിച്ചില്ലെങ്കിൽ ഇത് വെട്ടിക്കളയുമെന്ന്. ഇതിൻ്റെ മുന്നേ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിലും അത് കിളിച്ചാലോ എന്ന് വിചാരിച്ചു. മരങ്ങൾക്കും ജീവനല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞ് ഒരു മാസം ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേനും സാധനം പോകുന്നു. ഒരു വെറൈറ്റി തന്നെ. അതും ഏപ്രിൽ പോലും അല്ല. ഏപ്രിൽ അല്ലാതെ ഞാനിത് മൂക്കുന്നത് കണ്ടിട്ടുമില്ല. അതൊരു അത്ഭുതമായിരുന്നു. ഇപ്പം ചെടികൾക്കും ജീവനുണ്ട്. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാനും പറ്റും, മനസ്സിലാക്കാനും പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. എന്തല്ലേ. ഇനി എന്തായാലും നമ്മുടെ കറ്റാർവാഴ ഒന്ന് കാണിക്കാം. എവിടെ വെച്ചേക്കുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. അപ്പം ഇവിടാണ് ഞാൻ മറച്ചു വെച്ചേക്കുന്നത്. മറച്ചു വെക്കാൻ കാരണമല്ല, ഒന്നുമല്ല. ഒരുത്തിന് ആദ്യ ദിവസം തന്നെ കടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തീർന്നില്ല, ആളെത്തിയിട്ടുണ്ട്. കഴിക്കാനാണ്. അതുകൊണ്ടാണ്, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ ഗ്യാസ് കുറ്റി എടുത്ത് മറച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് ആ പോകുന്ന സാധനം എടുത്ത് ഒരു ദിവസം കടിച്ചു എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ പിടിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെയാണ് 2 വെച്ചേക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. എനിക്കറിയത്തില്ല വളർന്നോ ഇല്ലയോ, നമുക്കിപ്പോൾ നോക്കാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ വെള്ളം കൊടുക്കും. വെള്ളം ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ നനവൊന്നും വേണ്ട, മണ്ണിന് ഇച്ചിരി നനവ് മതി. ഉഷ്ണമേഖല ചെടിയാണ്, അതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് സൂര്യപ്രകാശം വരുന്നുണ്ട്, രാവിലെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വളം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കൊടുത്ത വളമേ ഉള്ളൂ, പഴുത്തൊലിയും പിന്നെ മുട്ടത്തോടും. അപ്പം അത്രയേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണിക്കാം. അതിൻ്റെ ഇരട്ടിയാക്കണം നമുക്ക്. പിന്നെ വലിയൊരു കറ്റാർവാഴ കൃഷിയാണ് നമുക്ക് തുടങ്ങണം. അതാണ് എൻ്റെ ഡ്രീം. അതെന്തായാലും നേടിയെടുക്കണം. ആ ഒറ്റ വിത്തിൽ നിന്ന് നമ്മൾ ഇത്ര ഉണ്ടാക്കുവാണ്. എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ വീണ്ടും ഇതെന്തോടാ, ഇതാണ് ചെമ്പി. വെളുത്തത് അതിൽ ചെമ്പി ഇല്ലടി ചെമ്പി. കയറ്, ഞാൻ കയറൂല. നാശം ഭയങ്കര നാശം.